നമസ്തേ. നാട്ടുവരമ്പിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഒരു ഗ്രാമത്തെയാകെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വീട്ടമ്മയുടെ കാർഷിക വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുവരമ്പിൽ. കാർഷിക സമ്പന്നമായ പകൽക്കുറി പള്ളിക്കപ്പുഴയാറിൻ്റെ തീരത്താണ് ഈ കാർഷിക മുന്നേറ്റം. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കപ്പുഴ പാടശേഖരത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പള്ളിക്കപ്പുഴ ഏലായാണ് ഈ കാണുന്നത്. ഇത് പള്ളിക്കപ്പുഴ ഏലായുടെ സൈഡ്, വയലിൻ്റെ സൈഡിൽ കണ്ട പണയിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. വയലിലും ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്കിപ്പോൾ ഒരു 50 സെൻറ്റ് പുരയിടം റബ്ബർ എടുത്തതിന് ശേഷം ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. സെൻറ്റ് സ്ഥലം റബ്ബറായി കിടന്ന സ്ഥലമാണ്. അത് വെട്ടിമാറ്റിയിട്ട് പച്ചക്കറി JCB കൊണ്ട് നന്നായിട്ട് തറ ഉഴുത് നല്ല രീതിയിൽ രണ്ടാമത്തെ വിളയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പയർ, പച്ചക്കറിയാണ് കൂടുതലും പ്രധാനമായിട്ട് ചെയ്യുന്നത്. ആദ്യം തുടങ്ങുന്നത് ഇത് മുട്ടക്കോഴി വളർത്തലാണ്. 6 വർഷം കൊണ്ടുണ്ട്. 6 വർഷം കൊണ്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കയറി വന്നതാണ്. ഇത്തിരി കഷ്ടപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ വയലിൽ ചീര നട്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഏകദേശം 10 സെൻറ്റോളം വരും. ഇത് കണ്ട വ്ളാത്തങ്കര ചീരയാണ് ഞാൻ നട്ടിരിക്കുന്നത്. കണ്ട അതിൻ്റെ കളർ കണ്ട, റോസും ചുവപ്പും ചേർന്ന് നല്ല ഒരു വല്ലാത്തൊരു കളർ, നല്ല ഹൈലൈറ്റ് കളറാണ്. 50 കിലോയോളം ഞാനിത് വെട്ടിക്കഴിഞ്ഞ്. ഈ ചുമന്ന ചീരയാണ് പൊടിച്ച് നിൽക്കുന്നത്. എപ്പോഴും വിളവ് കിട്ടുന്നതാണ്. കാരണം എനിക്കിവിടുന്ന് 100 രൂപയാവും ആട്ടോക്കൂലി പോണതിന്. അപ്പോൾ ഈ ചീര തന്നെ കാരണം വലിയ ചിലവില്ലാത്തതാണ് ചീര കൃഷി. അപ്പോൾ എനിക്ക് ഈ ആട്ടോക്കൂലി മുതലാക്കുന്നത് ഞാൻ ഈ ചീരയിൽ കൂടെയാണ്. ആദ്യം ഇത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ഇത് നിലം ഒരുക്കലാണ്. നല്ലതുപോലെ കിളച്ച് കുമ്മായം ഇട്ട് 7 ദിവസം കഴിയുക. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടിവളമായിട്ട് ഞാൻ ചെയ്യുന്നത് ജൈവവളമാണ്. അതായത് കോഴിവളം നല്ലതുപോലെ പിന്നെ ജൈവവളമാക്കിയത് അടിവളമായിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിൻ്റെ കട്ടയെല്ലാം പൊടിച്ചതിന് ശേഷം ചീരവിത്ത് പാവി കൊടുക്കുകയാണ്. ചീരവിത്ത് പാവിയെ നല്ലതുപോലെ നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പൊടിച്ച് സെറ്റായി വരികയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ചാണകവെള്ളം, നമുക്ക് ചാണക സ്ലറി ഉണ്ടാക്കിയതിന് ശേഷം അത് വെള്ളം നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് തളിച്ചു കൊടുക്കാം. ജൈവവളങ്ങൾ ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. സ്യൂഡോമോണസ്, ഇതിൻ്റെ ഇലപ്പുള്ളി രോഗം ഒരു പരിധി വരെ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുന്നത് കൂടി നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പച്ച ചീര ഇതിനകത്ത് നിർത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലപ്പുള്ളി രോഗം, ഈ ചുമപ്പും പച്ചയും കൂടി നിൽക്കുമ്പം അതും ഒരു പരിധി വരെ ഇലപ്പുള്ളി രോഗം നമുക്ക് തടയാൻ പറ്റും. കാരണം ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ പാവൽത്തോട്ടമാണ്. ഹൈബ്രിഡ് ഇനം പാവലാണ്. പിന്നെ നാംദാരിയുണ്ട്. 2-3 സൈസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ പാവൽച്ചെടികൾ നമ്മൾ നട്ടിരിക്കുന്നത് നമ്മളുടേതായ ഒരു രീതിയിലാണ് നട്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കർഷകർ പ്രാക്ടിക്കലാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഞങ്ങൾക്കുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഈ പാവൽച്ചെടികൾ തമ്മിൽ 1.5 അടി വ്യത്യാസമുണ്ട് ഓരോ തടത്തിന് തമ്മിൽ. അതുപോലെ തന്നെ പൊക്കം, നമ്മൾ പന്തലിട്ടിരിക്കുന്നത് 8 അടി പൊക്കമുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം. നമ്മളെ തല തട്ടരുത്, പാവയ്ക്ക് നമ്മളെ തലയിൽ തട്ടരുത്. അതുപോലെ തന്നെ ഈ പാവൽ ചെടികൾ തമ്മിൽ ഇത്രയും വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് പാവൽ പറിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൗകര്യത്തിനും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വെള്ളമായാലും വളങ്ങളായാലും കിട്ടുന്നതിന്, നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വ്യത്യാസത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്.
പാവൽ നടുന്നതിനൊരു പ്രത്യേക രീതിയിലാണ്. കാരണം നല്ലോണം കിളച്ച് ഇളക്കി അടിവളമായിട്ട് കോഴിവളം, കാരണം ഒരു മൂടിന് 10 കിലോ വളം വെച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഈ ട്രേയിൽ പാവിയാണ് നമ്മൾ പാവൽ കൃഷി ചെയ്യുന്നത്. ആ തൈ ഇതിലോട്ട് നട്ട് തൈ എല്ലാം നട്ടതിന് ശേഷം ഓരോ തൈയുടെ മൂട്ടിലും 1 ഗ്ലാസ് വെള്ളം പോയ വിധം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിന് ഒരു എയറുണ്ട്. ആ എയർ പോയില്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ഇത് വീണ്ടും വാടി കരിഞ്ഞു കിടക്കും. പക്ഷേ ഇങ്ങനെ ഈ വെള്ളം ഒഴിക്കുന്നത് കൂടി ആ എയർ പോവുകയും അവർ നല്ല രീതിയിൽ പുഷ്ടിയോടുകൂടി വളരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആഴ്ച തോറും സ്യൂഡോമോണസ് കലക്കി ഇതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്ലറികൾ എല്ലാം നമ്മൾ ഈ വളം നമ്മൾ എന്തായാലും അടിവളം ഇട്ട് കൊടുത്തു. അതുകൊണ്ട് പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക് കലക്കിയ ആ വെള്ളമായാലും പിന്നെ ചാണക സ്ലറി ആയാലും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് കുതിർത്ത് ആ സ്ലറി, പിന്നെ കീടങ്ങൾ വരാതിരിക്കാൻ ഫിഷ് അമിനോ ആസിഡ് ഏറ്റവും നല്ലൊരു ജൈവ കീടനാശിനിയും പൂക്കാനും കായ്ക്കാനും ഏറ്റവും ഫലപ്രദമാണ് ഫിഷ് അമിനോ ആസിഡ്, അതായത് എഗ് അമിനോ ആസിഡ്. ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതിനെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേരിൽ നിന്നുള്ള കീടബാധ നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. മാക്സിമം 3 മാസം വരെ നമുക്ക് വിളവെടുക്കാം. പിന്നെ അതിൽ നിന്ന് വിളവ് കുറഞ്ഞു തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മളിത് കട്ട് ചെയ്ത് അടുത്ത വിളവെടുക്കാനായിട്ട് നമുക്ക് അടുത്ത പന്തൽ ഇവിടെ വേറൊരു സ്ഥലത്ത് ഞാൻ ഒരുക്കിയിരിക്കും. ഇനി അടുത്ത നമ്മൾ ഒരു ക്രോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാവലല്ലേ ഇട്ടേക്കുന്നത്, അടുത്ത ക്രോപ്പ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് പടവലമാണ്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന നാടൻ പച്ചക്കറികളാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഇവിടെ കൃഷി തുടങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പം പൊതുവെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. സവാളയോ ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും വാങ്ങുന്നതല്ലാതെ വേറെ എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങളാണ് റീജയുടെ കൃഷിയിടത്തെ ഫലഭൂയിഷ്ടമാക്കുന്നത്. മുട്ടയും മീനും ശർക്കരയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളക്കൂട്ടുകൾ ജൈവകൃഷിക്ക് ഏറെ ഗുണകരമാണെന്ന് ഈ കർഷക തെളിയിക്കുന്നു. കൃഷിത്തോട്ടത്തിൽ 10 സെൻറ്റ് പയർ കൃഷിക്കായിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് കണ്ട കഞ്ഞിക്കുഴി പയറാണ്. കഞ്ഞിക്കുഴി പയറെന്ന് വെച്ചാൽ കാണാനും നല്ല ചന്തവുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല നീളമുള്ള പയറുമാണ്. കാരണം പയർ അരി കുറവും മാംസം കൂടുതലുമാണ്. അതുപോലെ തന്നെ 3-4 പയർ അരിഞ്ഞിട്ടാൽ നല്ല രീതിയിൽ നമുക്കൊരു കുടുംബത്തിന് പാചകം ചെയ്യാൻ, തോരനായാലും മെഴുക്കുരട്ടിയായാലും നമുക്കത് കിട്ടുകയും ചെയ്യും. ജൈവ പച്ചക്കറികളുടെ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ് ഞാൻ. എൻ്റെ പച്ചക്കറി കടയിലേക്ക് ആവശ്യമായ എല്ലാ ജൈവ പച്ചക്കറികളും ഞാൻ ഇവിടെ നിന്നാണ് ശേഖരിക്കുന്നത്. പയർ, പാവൽ, പടവലം. മണ്ണ് ഇളക്കിയതിന് ശേഷം കുമ്മായിട്ട് ഇളക്കുക. 7 ദിവസം കഴിഞ്ഞ് ജൈവ വളങ്ങളോടെ ഇളക്കിയതിന് ശേഷം വിത്ത് പാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ജൈവ സ്ലറിയും ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇങ്ങനെയുള്ള ജൈവ കീടനാശിനികളും പൂക്കാനും കായ്ക്കാനും എല്ലാം ഇതിന് അടിച്ചു കൊടുക്കുകയും സ്യൂഡോമോണസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിൻ്റെ മൂട്ടിൽ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സമ്മിശ്ര കൃഷിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. പച്ചക്കറിയിൽ പല വിളകൾ മാറ്റി ക്രമീകരിച്ചുകൊണ്ടുള്ള കൃഷിയാണ്. ഒന്ന് പോയാൽ മറ്റൊന്ന് കിട്ടും എന്നുള്ളൊരു ഉറപ്പാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വളമാണ്. ഇവിടെ ജൈവവളമാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യമായി കോഴിവളം ജൈവവളമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചാണക സ്ലറി ഉണ്ടാക്കുന്നുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലകൾ, കപ്പയുടെ ഇലയായാലും കൊന്നക്കമ്പിൻ്റെ ഇലയായാലും അതും വെള്ളവും ഇതും കൂടെ മിക്സ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അതും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ചാണക സ്ലറിയാണ്, അതായത് നല്ല ഒന്നാന്തരം ഒരു ജൈവ വളമാണ്.
ചാണകവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ 1 കപ്പ് ചാണക സ്ലറിയും 10 കപ്പ് വെള്ളം അങ്ങനെ ഡൈല്യൂട്ട് ചെയ്താണ് പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചിലകളിടാം. കാരണം ഈ പിന്നെ കപ്പേരയില, അതുപോലെ തന്നെ ഈ വേറെ എന്തിലകളും അത് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ കൂടെ യോജിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് കാലം വെക്കണ്ട, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങും. അത് ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്ക് കാരണം കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ ശരിയാവത്തില്ല. കാരണം ഇവർക്ക് ഭയങ്കര പാടാണ്, ഇത് അതിൻ്റെ വേരിന് ഭയങ്കര ഇത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കണം. കീടനാശിനിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ്. അത് കീടനാശിനിയായിട്ടും ചെടികൾ പൂക്കാനും കായ്ക്കാനും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. അത് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എഗ് അമിനോ ആസിഡ് അതും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഫിഷ് അമിനോ ആസിഡ് ചെയ്യുന്നതെന്ന് മത്തിയും ശർക്കരയും അല്ലെങ്കിൽ മക്രോണി ചാളയും ശർക്കരയും സമാസമം ചേർത്ത് 3 ആഴ്ച കഴിയുമ്പോൾ നല്ല ഒന്നാം തരം ഒരു കീടനാശിനിയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. എഗ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ മുട്ടയും ശർക്കരയും നാരങ്ങാനീരും ഇത് 3ഉം കൂടെ മിക്സ് ചെയ്താണ് എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. ഈ ജൈവ കീടനാശിനി വളപ്രയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കൃഷിയിടത്തിൽ വന്ന് നോക്കുമ്പം അതിൻ്റെ പച്ചപ്പും അതിൻ്റെ സൗന്ദര്യവും അതേ രീതിയിൽ നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. പറ്റിയ വേറെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പിന്നെ പുഴുവോ പൂമ്പാറ്റയോ കിളികളോ ഒന്നും അതിലോട്ട് അടുക്കുന്നില്ല, ഒരു ചിത്രശലഭവും നടക്കും. പക്ഷേ ഇവിടെ വന്ന് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ശരിക്കും പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളെയും പൂമ്പാറ്റകളെയും അതുപോലെ എല്ലാത്തിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ജൈവവളം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ പച്ചപ്പ് നിലനിർത്താനും നമ്മുടെ മണ്ണ് വീണ്ടും നമുക്ക് കൃഷിയോഗ്യമായിട്ട് എടുക്കാനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്താതിരിക്കാനും നമുക്ക് ഈ ജൈവവളവും ജൈവ കീടനാശിനിയും ഏറെ ഫലപ്രദമാണ്. ഈ ചാണക സ്ലറി ഒഴിച്ചതിന് ശേഷം വളർന്നു തുടങ്ങും. കാരണം ചെറിയ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വളരുകയും നല്ല പച്ചപ്പ്, കാരണം നമ്മൾ രാസവളം ഇടുന്ന കണക്കല്ല, നല്ല പച്ചപ്പായിരിക്കും. ഇപ്പോൾ ചീരയാണെങ്കിൽ കണ്ടില്ലേ, നല്ല ചുമപ്പ്, മറ്റേ പച്ച ചീര. അതുകൊണ്ട് പയറായാലും നല്ല ഇലയും നല്ല പച്ച കളറിൽ ഇത് വരും. അതുപോലെ തന്നെ ഏണിങ്സ് കാരണം പെട്ടെന്ന് പൂക്കുകയും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന ആദായം കൂടുതൽ നാളിലേക്ക് നിൽക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ ജൈവ സ്ലറികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സലാഡ് വെള്ളരി കൃഷി ചെയ്തിരിക്കുന്ന ഏരിയയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഏരിയ നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഈ പാവൽ ചെയ്തേക്കുന്ന അതിൻ്റെ ബോർഡറാണ്. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഉള്ള സ്ഥലപരിമിതിയുള്ളത് എത്ര മാക്സിമം നമ്മൾ സ്ഥലം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഓരോ ക്രോപ്പുകളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ഈ സലാഡ് വെള്ളരിയിൽ നമുക്ക് കിട്ടുന്നത്. കാരണം ശരിക്കും കിട്ടും. കാരണം 10-15 കിലോയാണ്. ഒരു 10-15 മൂട് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. 10-15 കിലോ ഒന്നിരാടെ എനിക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയുന്നുണ്ട്. 1 കിലോയ്ക്ക് 70-80 രൂപ മാർക്കറ്റിംഗ് ഉണ്ട്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. 10 കിലോ വീതം നമുക്ക് 2 ദിവസം കൂടുമ്പോൾ വിളവെടുക്കാൻ കഴിയും. പറിക്കാനും എളുപ്പമുണ്ട്. ഇത് വിൽക്കാനും മാർക്കറ്റിങ്ങും നല്ല എളുപ്പമാണ്. ഇതിലിടയ്ക്കിടയ്ക്ക് കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കും. കാരണം ഈ പുളിപ്പ് രസമൊക്കെ ഉള്ളത് മാറാനും കീടങ്ങൾ പോകാനും വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസും ഇട്ട് കൊടുക്കും. ഈ മഞ്ഞളിപ്പ്, ഇലയിലെ മഞ്ഞളിപ്പും ഈ കുത്തുകുത്തുള്ളത് ഇതെല്ലാം മാറിപ്പോകാൻ വേണ്ടിയാണ് ഈ കുമ്മായവും അതുപോലെ സ്യൂഡോമോണസും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് സ്നോ വൈറ്റ് കുക്കുംബർ എന്ന ഇനമാണ്. ഇപ്പോൾ കാണുന്നത് ഹൈബ്രിഡ് പച്ച കുക്കുംബറാണ്. മൂട് മുതൽ തലപ്പ് പോലെ ഒരുപാട് കായ്കളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം നല്ല ഡിമാൻഡാണ് ഇതിൽ നമ്മളെ മാർക്കറ്റിൽ. വീടിനോട് ചേർന്നുള്ള പോളി ഹൗസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് പടവലമാണ്. നല്ല രീതിയിലുള്ള കായ്ഫലം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കീടങ്ങൾ ഒരു പരിധി വരെ പോളി ഹൗസിൽ കൃഷി ചെയ്യുന്നിടത്തോളം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ വെയിലും മഴയും ഡയറക്റ്റ് ഏൽക്കാത്തത് കൊണ്ട് നല്ല രീതിയിൽ നമുക്കിതിൽ നിന്നുള്ള വരുമാനം
അതായത് ഇതിൻ്റെ ഏണിങ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്. മാറി മാറിയാണ് ഈ ക്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പടവലമാണെങ്കിൽ അടുത്തത് നമ്മൾ പാവലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ പടർന്ന് വരുന്ന ക്രോപ്പാണ് ഇവിടെ ഏറ്റവും അഭികാമ്യം. കൃഷി നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വേറൊരു ലെവലാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് വരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മളെ കൃഷിയിടത്തിൽ വന്ന് ആ പച്ചക്കറിയിലോ ആ ഇലയിലൊന്ന് പിടിക്കുകയോ ഒരു പൂവിലൊന്ന് തട്ടുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വിളവെടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷമങ്ങൾ അത്രയും നമുക്കൊരു പരിധിവരെ നമ്മളെ സങ്കടങ്ങളും എല്ലാം മാറ്റി നിർത്താൻ ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്ന ആൾക്കാർ കുറവാണ്. എന്നാൽ ഇതിപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കൃഷിയിടത്തിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം. നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനോ ഒന്നിനും സമയം കിട്ടില്ല. അതനുസരിച്ച് നമുക്ക് റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പകൽക്കുറി നാട് കർഷകരുടെ ഒരു നാടാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് വലിയ സന്തോഷമാണ്. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പുറത്തുനിന്നുള്ളത് മേടിച്ചുകൊണ്ടൊന്നല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്ന പലപ്പോഴും നമ്മളും കൂടെയാണ് ഇത് എടുത്ത് വെക്കാറുള്ളത്. ഇവിടെ കുറേ കാലമായിട്ട് പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുന്നത് കൊണ്ടാണ് വരുന്നത്. കുക്കുംബർ, പാവയ്ക്ക, പയർ, പടവലം ഇങ്ങനെ എല്ലാം, പിന്നെ മുട്ട ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നടാറുണ്ട്. പിന്നെ ഇല്ലാത്തത് ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുന്നത് നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക്. കോഴിക്കാഷ്ടം സംസ്കരിച്ച് ജൈവവളമാക്കി വിൽക്കുന്നതിലൂടെയും റീജ എന്ന കർഷക നേട്ടമുണ്ടാക്കുന്നു. റീജയുടെ കൃഷിത്തോട്ടത്തിലെത്തി ജൈവ പച്ചക്കറി വാങ്ങുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു. മുട്ടക്കോഴിയാണ് BV380 കോഴി വളർത്തുന്നത്. 2 പഞ്ചായത്തിലെ അംഗനവാടികളിലെല്ലാം മുട്ട കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ മുട്ട കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ മുട്ട ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാനാണ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് മേടിക്കുന്നത് നമ്മുടെ നാടൻ മുട്ട തന്നെയാണ്. 1000-അടുപ്പിച്ച് കോഴി എനിക്കുണ്ട്. 2 മാസം ആകുമ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ മേടിക്കും. അതായത് 190 രൂപയ്ക്കാണ് ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നത്. 4.5 മാസമാകുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5 മാസമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അവർ മുട്ടയിട്ട് തുടങ്ങും. 1.5 വർഷം വരെ നമുക്ക് മാക്സിമം മുട്ട കിട്ടും. 100 കോഴിയിൽ നിന്ന് 90 മുട്ടയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഇവർക്ക് പിന്നെ കാൽസ്യം ആയാലും പിന്നെ മിനറൽസ് ആയാലും പിന്നെ അതുപോലെ തന്നെ വിരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കണം. ഈ കോഴി വളർത്തലിൽ കൂടിയാണ് സംരംഭക എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുകയും ചെയ്യുന്നത്. ഒരിക്കൽ പോലും നാടൻ മുട്ട സ്ഥിരമായിട്ട് നമുക്കിവിടെ കിട്ടാനില്ലായിരുന്നു. അപ്പം ചേച്ചിയുടെ ഈ സംരംഭം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവുന്നില്ല. കൃത്യമായിട്ട് പച്ചക്കറികളായാലും മുട്ടയായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് എടുക്കുന്നത്. ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും പകൽക്കുറിയിലാണ്. അതും ഒരു കർഷക കുടുംബം തന്നെയാണ്. ഈ കൃഷി ഇത് നല്ല രീതിയിൽ ഞാൻ പച്ചക്കറി കൃഷിയും മുട്ടക്കോഴി വളർത്തലും ചെയ്തു തുടങ്ങിയത് 7 വർഷങ്ങൾക്ക് മുമ്പാണ്. കുടുംബശ്രീ വഴി കിളിമാനൂർ ബ്ലോക്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു ട്രെയിനിങ് നടക്കുകയും എനിക്കതിൽ സെലക്ഷൻ കിട്ടുകയും അതിൽ ഞാനൊരു പ്രോജക്റ്റ് മുട്ടക്കോഴി വളർത്തലിൻ്റെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിലെനിക്ക് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അതിൽ കൂടിയാണ് ഒരു സംരംഭക എന്ന നിലയിൽ ഞാൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ കാണുന്നത് കോഴിവളമാണ്. കോഴിവളം കൂട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇവിടെയാണ് ഇടുന്നത്. ഇവിടെ ഇട്ട്
ഇത് മൊത്തം ഫില്ലാകുമ്പോൾ അടച്ചിടുകയാണ് ചെയ്യുന്നത്. അത് 2 മാസം കഴിയുമ്പോൾ പൊടിഞ്ഞ് നല്ല ചാണകം പോലെ നല്ല പൊടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ചാക്കിന് 100 രൂപ വെച്ച് ഞാനിപ്പോൾ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ കൃഷിയിടത്തിൽ എനിക്ക് ആവശ്യമായ വളം അത്രയും ഈ കോഴിവളത്തിൽ നിന്ന് ജൈവവളം മാറ്റിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കോഴിവളം, അതായത് ഇത് ജൈവവളം തന്നെയാണ് എങ്കിലും ഇതിനെ നല്ല രീതിയിൽ സമ്പൂർണ്ണമായിട്ട് ഒരു ജൈവവളം എന്ന രീതിയിൽ പ്രോസസ്സിങ് ചെയ്ത് കാണിക്കുന്നത് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടാണ്. ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് കോഴിവളവും പച്ചിലയും ഉണങ്ങിയ കരിയിലകളും ഡ്രൈക്കോഡർമയും ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തളിച്ച് പുട്ടുപൊടിയുടെ പരുവത്തിന് ഇളക്കി മമ്മട്ടിക്ക് ഇളക്കി ആ പരുവമാക്കിയതിന് ശേഷം നല്ലോണം പൊത്തി വച്ച് ടാർപ്പയിട്ട് അടച്ചിട്ടിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ല ഒന്നാന്തരമായൊരു കോഴിവളം കൊണ്ട് ഇതുപോലെയായി വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ പച്ചക്കറിക്കെല്ലാം ഈ ജൈവ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നും രാവിലെയും വൈകുന്നേരം എല്ലാം ഞങ്ങൾ നടക്കാൻ തന്നെ ഇതിൻ്റെ ഇടയിലോട്ടാണ് വരുന്നത്. ഇതിനിടയ്ക്കൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ നല്ല മനസ്സിനും ഒരു സന്തോഷം, കാണുന്നത് സന്തോഷം. വളരെ നല്ല രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതുപോലുള്ള പച്ചക്കറി തോട്ടങ്ങൾ നമ്മുടെ സ്ഥലത്ത് ഇനിയും ഉണ്ടാവണം, നാട്ടിൽ മൊത്തം ഉണ്ടാവണം. ഈ വിഷം ചേർന്ന പച്ചക്കറികൾ കഴിയുന്നതും ഉപേക്ഷിച്ചിട്ട് ഇതുപോലത്തെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ കഴിച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തിനും നല്ലതാണ്. കൃഷിഭവൻ്റെ കീഴിൽ ആഴ്ചച്ചന്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഒരു എക്കോ ഷോപ്പ് ഒക്കെ ഉണ്ട്. അത് കാരണം ഇവർക്ക് മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മുട്ട നന്നായിട്ട് വിൽപ്പനയുള്ളത് കൊണ്ട് അയൽവാസികളായാലും എല്ലാവരും മുട്ട മേടിക്കാൻ വരുന്ന കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ വിപണനം നടക്കുന്നുണ്ട്. വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുട്ടക്കോഴിയുണ്ട്, അത് ഇവിടെ നമ്മൾ അംഗൻവാടിയിൽ കൊടുക്കുന്നുണ്ട്. വായ്ക്കുളം, പകൽക്കൊറി, മുതല അങ്ങനെ ഉള്ള അംഗൻവാടികളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വിളവെടുത്ത് ഇവിടെ നമ്മൾ ആഴ്ചച്ചന്തയുണ്ട്, അവിടെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പിന്നെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ട് ആൾക്കാർ. രണ്ടായിരത്തി 23-24 സാമ്പത്തിക വർഷം ഫാം പ്ലാൻ പദ്ധതിയിലെ ഒരു കർഷകയായിരുന്നു ശ്രീമതി റീജ. അതോടൊപ്പം നമ്മൾ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തി ഒരു കിണർ, ജലസേചന സൗകര്യത്തിനൊരു കിണർ, അതോടൊപ്പം തന്നെ ഒരു പമ്പ് സെറ്റ്, ഇതെല്ലാം ഇതിനകത്ത് കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം നല്ല വിത്തുകളും തൈകളും സീഡ്ലിങ്സ് കൊടുക്കുകയുണ്ടായി. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മേഖലയിൽ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഹസ്ബൻഡ് പ്രവാസിയായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. 2 പെൺകുട്ടികളാണ്, അവർ പഠിക്കുന്നുണ്ട്. അവരും എൻ്റെ ഒപ്പം കൃഷിയിടത്തിൽ ഇറങ്ങി, ഹസ്ബൻഡും മക്കളും എൻ്റെ ഒപ്പം കൃഷിയിടത്തിൽ ഇറങ്ങി എന്നെ സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ജില്ലാ തലത്തിലും പുള്ളിക്കാരി നല്ലൊരു കർഷകയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അംഗീകാരങ്ങൾ സന്നദ്ധ സംഘടനകൾ മുഖേനയും കൃഷിഭവൻ മുഖേനയും നല്ല അംഗീകാരങ്ങൾ ലഭിക്കുകയാണ്. അതാണ് പുള്ളിയുടെ കൂടുതലായിട്ട് നല്ല കൃഷിയിലേക്ക് വരാനുള്ള കൂടുതൽ പ്രചോദനങ്ങൾ. നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. വിഷമയമായ ഈ പച്ചക്കറികൾ നമ്മൾ ഉപേക്ഷിക്കണം. ഒരു വീട്ടിൽ നമ്മുടെ കുട്ടികൾ വിചാരിച്ചാൽ മതി, ഒരു 25 ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറി അതിൽ നിന്ന് നമുക്ക് നേടാൻ കിട്ടും. ആ പച്ചക്കറി വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളെ ഈ പുതിയ തലമുറ ഈ കൃഷിയിലോട്ട് വരണം. അത് നിങ്ങളൊരു പാഷനായിട്ട് തന്നെ എടുക്കണം.
നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജൈവ കാർഷിക സംസ്കാരം തിരികെ പിടിക്കുന്നതിൽ റീജയെ പോലുള്ള കർഷകർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇതുപോലുള്ള കർഷകരെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.